അടുത്ത 2 സ്റ്റിച്ചിൽ 1 1 ചെയ്യാം. അടുത്ത സ്റ്റിച്ചിൽ 2 ചെയ്യാം. അടുത്ത 2 സ്റ്റിച്ചിൽ 1 1 ചെയ്യാം. ഇപ്പോൾ നമ്മളെ 4th റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇവിടെ നമ്മൾ സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട് കണ്ടോ. 4th റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. നമ്മൾ 5th റൗണ്ടിലാണ്. 5th റൗണ്ടിൽ 2 ഫസ്റ്റ് ചെയ്യും, പിന്നെ 3 എണ്ണത്തിലും 1 1 1 ചെയ്യും, പിന്നെ 2 ചെയ്യും, പിന്നെ 3 സ്റ്റിച്ചിലും 1 1 1 ചെയ്യും, പിന്നെ 2 ചെയ്യും. അങ്ങനെയാണ് ഇൻക്രീസ് ആവുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് അവിടെ നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത റൗണ്ട് ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ആ സ്റ്റാർട്ടിംഗ് ചെയിനിൽ സിംഗിൾ ക്രോഷയിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. എന്നിട്ട് സെയിം തന്നെ ഒന്നുകൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒന്നിൽ തന്നെ 2 എണ്ണം ചെയ്തു. ഇനി 3 എണ്ണത്തിലും 1 1 1 ചെയ്ത് കൊടുക്കുക. 1 1 അടുത്ത സ്റ്റിച്ചിലും 1. ഓക്കെ. ഇനി അടുത്ത സ്റ്റിച്ചിൽ 2 ചെയ്യാം. 1 2. ഇനി അടുത്ത 3 സ്റ്റിച്ചിലും 1 1 1 ചെയ്യുക. ഒരു സ്റ്റിച്ചിൽ 1 ചെയ്തു, സെക്കൻഡ് സ്റ്റിച്ചിൽ 1 ചെയ്തു, തേർഡ് സ്റ്റിച്ചിലും ഒന്നുകൂടി ചെയ്തു. അങ്ങനെ 1 1 1 3 സ്റ്റിച്ചിൽ ചെയ്തു. ഇനി നമ്മൾ 4ാമത്തെ ഇതിൽ 2 ചെയ്യാം. ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്യാം. ഇനി 3 സ്റ്റിച്ചിലും 1 1 1 ചെയ്യാം. 1 1 1 അടുത്ത സ്റ്റിച്ചിൽ 2 ചെയ്യാം. ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്യാം. ഓക്കെ. ഇനി ഇതുപോലെ തന്നെ അടുത്ത 3 സ്റ്റിച്ചിലും 1 1 1 ചെയ്യാം. 1 അടുത്ത സ്റ്റിച്ചിൽ 1 അടുത്ത സ്റ്റിച്ചിൽ 1 ഇനി അടുത്ത സ്റ്റിച്ചിൽ 2 എണ്ണം ചെയ്യാം. 1 സെയിം തന്നെ ഒന്നുകൂടി ചെയ്യാം. അടുത്ത സ്റ്റിച്ചിൽ 1 ചെയ്യാം. അടുത്ത സ്റ്റിച്ചിൽ 1 ചെയ്യുക. അങ്ങനെ 3 സ്റ്റിച്ചിലും 1 1 1 ചെയ്യുക. 1 1 1 അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ 2 എണ്ണം ചെയ്ത് കൊടുക്കാം. 1 സെയിം തന്നെ ഒന്നുകൂടി. ഇനി നമുക്ക് 1 1 1 3 ചെയിനിലും 3 എണ്ണേ ബാലൻസ് ഉള്ളൂ. ആ 3 എണ്ണത്തിലും 1 1 1 ചെയ്ത് കൊടുക്കാം. 1 1 1. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് എത്ര വലുപ്പത്തിലും വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ടേബിൾ മാറ്റ് ആയിട്ടോ, ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ബാഗ് ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് തന്നെ നമുക്ക് ടേബിൾ മാറ്റോ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ 3 എണ്ണത്തിൽ 1 1 1 ചെയ്തു, പിന്നെ 2 ചെയ്തു. ഇനിയും ഇൻക്രീസ് ആക്കണമെങ്കിൽ 4 എണ്ണത്തിൽ 1 1 1 ചെയ്യുക, പിന്നെ 2 ചെയ്യുക. അതിലും വലുതാക്കണമെങ്കിൽ 5 എണ്ണത്തിൽ 1 1 1 ചെയ്യുക, 2 ചെയ്യുക. അങ്ങനെ നമുക്ക് റൗണ്ട് ഇങ്ങനെ കൂട്ടിയിട്ട് എത്ര വലുപ്പം വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ തൽക്കാലം ഈ ഒരു വിഡ്ത്തിൽ ഞാനിവിടെ നിർത്തുകയാണ്. ഇനി നമ്മൾ പിന്നെ ഓരോ ചെയിനിലും ഓരോ DC വെച്ചിട്ട്
വേണമെങ്കിൽ നമുക്ക് ഒരു റൗണ്ടും കൂടിയും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത റൗണ്ടിൽ ഒരു റൗണ്ട് കൂടി ഞാൻ ഇൻക്രീസ് ചെയ്യുന്നത് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് അതിൽ നമുക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ആ റൗണ്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടാന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ പിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ കളർ സെയിം കളർ അല്ലാത്ത ഏതെങ്കിലും യാണ് വെച്ച് കെട്ടിക്കൊടുത്താലും മതി, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നും കൂടി ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 2 എണ്ണം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ 4 ചെയിനിൽ 1 1 1 1 ചെയ്യാം. അപ്പോൾ ഇവിടെ 2 എണ്ണം ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ 1 ചെയ്യുക. അപ്പോൾ 1 ആയി. അടുത്ത ചെയിനിൽ 1 ചെയ്യുക. അപ്പോൾ 2 ആയി. അടുത്ത ചെയിനിൽ 1 ചെയ്യാം. അപ്പോൾ 3 ആയി. അടുത്ത ചെയിനിൽ 1 ചെയ്യുക. അപ്പോൾ 4 ആയി. അപ്പോൾ നമ്മളിങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരികയാണ്. അപ്പോൾ 4 ആയി. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ചെയിനിൽ 5ാമത്തെ ചെയിനിൽ നമ്മൾ 1 തന്നെ 2 എണ്ണം ചെയ്യുക. ഇതിൽ സെയിം തന്നെ ഒന്നുകൂടി ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത 4 ചെയിനിലും 1 1 1 1 ചെയ്ത് കൊടുക്കാം. 4 ചെയിനിലും ഒന്നിൽ ചെയ്തു. അടുത്ത ചെയിനിൽ ചെയ്ത് കൊടുക്കുക. 2 ആയി. അടുത്ത ചെയിനിൽ ചെയ്യുക. അപ്പോൾ 3 ആയി. അടുത്ത ചെയിനിൽ ചെയ്യുക. അപ്പോൾ 4 1 1 1 1 ചെയ്തു. 4 ചെയിനിലും 1 1 1 ചെയ്തു. 5ാമത്തെ ചെയിനിൽ നമ്മൾ ഇൻക്രീസിങ് ചെയ്യാണ്. 5ാമത്തെ ചെയിനിൽ നമുക്ക് 2 എണ്ണം വെച്ച് ചെയ്ത് കൊടുക്കാം. 1 2. അപ്പോൾ നിങ്ങൾക്ക് ബാഗിൽ എത്ര വലിപ്പം വേണമെന്ന് വിചാരിച്ചാൽ അത്രയും വലുപ്പത്തിൽ ഈ സ്റ്റിച്ചസ് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇനി അടുത്ത 4 സ്റ്റിച്ചിലും 1 1 1 1 1 അങ്ങനെ 4 എണ്ണത്തിലും 1 1 ചെയ്യാം. 2 എണ്ണം ചെയ്തു.